മറ്റൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് പോകുന്നു. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ വീടിന് മതമൗലികവാദികൾ തീയിട്ടു. ബംഗ്ലാദേശിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും അഗ്നിക്ക് ഇരയാക്കി. ഭാരതത്തിലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വീടും ആക്രമിച്ചു. മതനിന്ദ ആരോപിച്ച് ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള സമരം നയിച്ച ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് വീണ്ടും കലുഷിതമാകുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നേരത്തെയും വലിയ കലാപം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. അന്നും സമാനമായിട്ടുള്ള രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചിരുന്നു. ധാക്ക നഗരം സാക്ഷ്യം വഹിച്ചിരുന്നു. അന്ന് സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അക്രമം നടന്നിരുന്നു. സന്യാസിമാരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള കലാപമാണ് ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗൗതം, കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അനിലംപേരി, ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന ഒരു വിദ്യാർത്ഥി നേതാവ്, ഇയാളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പ്രതിഷേധം നടന്നത്. അതൊരു കലാപമായിരുന്നു. അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ഓടിച്ചിട്ട് വേട്ടയാടുന്ന ഒരു സംഘർഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അതേ തുടർന്നാണല്ലോ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിക്ക് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് കുറച്ചൊരു ശാന്തതയുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ജിഹാദി ആശയങ്ങൾ കൃത്യമായി അവിടെ നടപ്പാക്കുന്നൊരു ഭരണകൂടം ഇപ്പോഴവിടെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ശാന്തതയാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ 31 വയസ്സുള്ള ഈ നേതാവിനെ അജ്ഞാത സംഘം വെടിവെക്കുകയും ഇയാൾ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ ചികിത്സയിലായിരുന്ന ആശുപത്രിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ജിഹാദികൾ വീണ്ടും ബംഗ്ലാദേശിനെ അശാന്തമാക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വ്യാപകമായ അക്രമം നടത്തുകയാണ്. അതായത് 2024 ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതിന് സമാനമായ സ്വഭാവമുള്ള വലിയ ആക്രമണമാണ്. ഇതിലേറ്റവും വലിയ ആശങ്ക എന്നത് ബംഗ്ലാദേശിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒക്കെ നേരെയാണ് ആദ്യഘട്ടത്തിൽ ആക്രമണമെങ്കിൽ അതിൻ്റെ സ്വഭാവം പിന്നീട് മാറി അതവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും നേരെയായി അത് മാറുന്നൊരു സ്വഭാവം നമ്മൾ കഴിഞ്ഞ പല കലാപങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ആശങ്കയുണ്ടാക്കുന്ന വാർത്ത ഹൈന്ദവ ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികൾ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജിഹാദികൾ ആക്രമണത്തിൻ്റെ സ്വഭാവം മാറ്റുകയാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും വരുന്ന ഒരു അപ്ഡേഷൻ എന്നത് ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ ഈ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കുകയും ഇയാളുടെ ശവശരീരം അഗ്നിക്കിരയാക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് നേരെയും പള്ളികൾക്ക് നേരെയും ഒക്കെ ആക്രമണം കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. അപ്പോൾ ഈ കലാപത്തിൻ്റെ സ്വഭാവം വീണ്ടും മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേഷൻ, ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഔദ്യോഗിക വസതി, അതൊരു സ്മാരകമായി ബംഗ്ലാദേശിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെയുള്ള സ്മാരകം ഇപ്പോൾ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് ഇസ്ലാമിക മതമൗലികവാദികൾ. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റുകളിൽ ഒന്ന് അവാമി ലീഗാണ്. അവാമി ലീഗ് എന്ന് പറയുന്നത് ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ 1971 ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ രൂപപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയാണ്. അത് മുജീബുർ റഹ്മാന്റെ മകളാണ്. അപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ, അതിനെല്ലാം പൂർണ്ണമായി ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാണ്ടാക്കുക എന്നതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ കലാപത്തിന്റെ രണ്ടാം ഘട്ടത്തിലും ഇപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഔദ്യോഗിക വസതി ജിഹാദികൾ തീവെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം ഷെയ്ഖ് ഹസീനയുടെ പോസ്റ്ററുകളും ഒക്കെ വ്യാപകമായി തീവെച്ച് നശിപ്പിക്കുന്നുണ്ട്. അവാമി ലീഗിന്റെ ഓഫീസുകൾ നശിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ സംഘർഷം ഒരു വല്ലാത്ത നിലയിലേക്ക് ഒരിക്കൽ കൂടി ബംഗ്ലാദേശിൽ പോകുകയാണ്. അനിൽ യെസ്, ജിഹാദി ശക്തികളുടെ അഴിഞ്ഞാട്ടം തുടരുന്നു. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ വീടിന് മതമൗലികവാദികൾ തീയിട്ടു. ബംഗ്ലാദേശിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കി. ഭാരതത്തിലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വീടും ആക്രമിച്ചു. മതനിന്ദ ആരോപിച്ച് ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള സമരം നയിച്ച ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് വീണ്ടും കലുഷിതമാകുന്നത്. ഗൗതം അനന്തനാരായണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേളയെടുക്കാം. ഉടൻ തിരികെ എത്താം.